കോഴിക്കോട് ബസ്സിൽ ലൈംഗിക അതിക്രമണം ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണും, അതിനെക്കുറിച്ച് പറയാനില്ല. തിരക്കുള്ള ബസ്സിൽ ഒരു താത്ത വന്ന് സ്വന്തം കൊല വേറൊരു വ്യക്തിയുടെ കൈയിൻ്റെ മുട്ടിൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചു കൊടുത്ത് തേപ്പ് വിടിയും വാങ്ങിച്ചിട്ട് ആ വീഡിയോ അങ്ങോട്ട് ഫിൽട്ടറൊക്കെ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അതങ്ങ് വൈറലായി. പിന്നെ അടുത്തൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്ന് ബസ്സിൽ വെച്ച് അതിക്രമണം നേരിട്ട് റീച്ചിന് വേണ്ടി ഒന്നുമല്ല, ഇത് മറ്റുള്ളവരറിയണം സ്ത്രീകൾക്ക് പറ്റുന്ന അപമാനങ്ങൾ. എന്നിട്ട് ആ പുരുഷൻ സമൂഹത്തിൽ നല്ലവനായിട്ട് കഴിയുന്നു, അവർ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങൾ. അപ്പം താത്തയെടുത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്രയും തിരക്കുള്ള ബസ്സിൽ താത്ത കൊല കൊണ്ട് ആ യുവാവിൻ്റെ കൈൻ്റെ ഇടയിൽ കൊണ്ട് വച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു യുവാവ് നിൽക്കുമ്പം കുടുംബത്തിൽ പറഞ്ഞ ഒരു വ്യക്തി സ്വന്തം കൊല കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചു കൊടുക്കും. ഇത്രയും തിരക്കുള്ള ബസ്സിൽ അദ്ദേഹം വണ്ടി നിർത്തി ഇറങ്ങാൻ സമയത്താണ് താത്ത ഈ കൊല കൊണ്ട് ആ കൈൻ്റെ ഇടയിൽ കൊണ്ട് വെച്ചു കൊടുത്തത്. എന്നിട്ട് കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് ഫിൽട്ടറൊക്കെ ഇട്ട് നേരെ അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ എന്തിനു പറ്റി? ആ യുവാവ് ജീവനൊടുക്കി. സ്വന്തം മാപ്പിളയ്ക്ക് തടവാനും പിടിക്കേണ്ട കൊല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും കണ്ടവൻ്റെ കൈയിൻ്റെ ഇടയിൽ കൊണ്ട് വച്ചു കൊടുക്കുമോ? തീരുമാനം പിടിക്കാനും, അതും സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ഇറങ്ങിപ്പോണ വഴിക്കാണ് ഈ കൊല കൊണ്ട് വച്ചു കൊടുത്തത്. പിന്നെ ആ വ്യക്തി ഒരു കേസിൽ പ്രതിയല്ല, നാട്ടുകാർക്ക് പ്രിയൻ, കൂട്ടുകാർക്ക് പ്രിയൻ, അപ്പനും അമ്മയ്ക്ക് ഒരു മകൻ, ആ വീട്ടിലെ അത്താണി. ഇനി ഈ മകൻ മരിച്ചു, ഇനി ആ കുടുംബത്തിലെ അപ്പനും അമ്മനെ ആര് നോക്കും? വെളിരാജ്യത്തൊക്കെ ഒരു ഇതുണ്ട്, കണ്ടവൻ്റെ സ്വകാര്യതയിൽ ഒളിഞ്ഞു പെയ്യുന്ന വീഡിയോ എടുത്തിട്ട് അതിങ്ങനെ ചെയ്ത ഈയിടയ്ക്ക് ഒരാൾക്ക് 25,000 റിയാൽ അടിച്ചു കൊടുത്തു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ആ പുരുഷൻ്റെ ഏജും ജീവിച്ചിരിക്കേണ്ട ഏജും നോക്കി 1 കോടി 2 കോടിയെങ്കിലും പിഴയടച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. പിന്നെ പോലീസ് കേസെടുത്തെന്നൊക്കെ പറയണം. ഇനി അഥവാ കേസെടുത്ത 10 വർഷം അകത്തടക്കേണ്ട വകുപ്പാണിത്. താത്തയ്ക്ക് ജയിലിൽ കിടന്ന് റീല് ചെയ്ത് രസിക്കാം. പിന്നെ ജയിലിൽ ഇപ്പോൾ പഴയതുപോലെ ഒന്നല്ല, 3 നേരം നല്ല ആഹാരമുണ്ട്, നല്ല റൂം, പിന്നെ 560 മുതൽ 600 വരെ ശമ്പളമുണ്ട്. അത് മാച്ച് താത്തയ്ക്ക് സുഖമായിട്ട് ജീവിക്കാം.